ഈ ധനമന്ത്രി എന്ന് പറഞ്ഞാലേ ഈ വരവച്ചെലവ് ഒപ്പിക്കുന്ന കണക്ക് പിള്ളയല്ല. ഈ നാട്ടിലെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർസ്യൂ ചെയ്യാനുള്ള ഫിനാൻസ് റിസോഴ്സ് മൊബിലൈസേഷനാണ്. കേരളത്തിന് ഇന്നതാ വേണ്ടത്. കേരളത്തിന് ഇന്ന് ഇന്ത്യയിലുണ്ടാകുന്ന വികസനത്തിൽ പങ്ക് ചേരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് മറികടക്കണം. which requires an investment of some 2-3 lakh crores of rupees. 2-3 lakh crores of rupees നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ 25-30 വർഷം കൊണ്ട് ബഡ്ജറ്റിൽ നിന്ന് ചിലവാക്കാൻ പറ്റും. അപ്പോഴത്തെ ലോകം വേറെ വഴിക്ക് പോകുന്നു. സോ 25 വർഷം കൊണ്ടല്ല, ഇന്ന് കണ്ടെത്തണം. സോ യു ഡിവൈസ് മെത്തേഡ് വിച്ച് ആർ നോട്ട് ഇല്ലീഗൽ, പെർഫെക്റ്റ്ലി ലീഗൽ ആൻഡ് വിച്ച് വർക്ക്സ്. ഇപ്പോൾ പറഞ്ഞതുപോലെ കിഫ്ബി വഴി നമുക്ക് റിസോഴ്സുകൾ മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാത 6,000 കോടി ഇവിടെ നിന്ന് എടുത്ത് കൊടുത്തോണ്ടല്ലേ 65,000 കോടി രൂപയുടെ നിക്ഷേപം വന്നത്. ഞാൻ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ് മേ ബി ഭൂമിയൊക്കെ അറിയാൻ വേണ്ടി 4,000-5,000 കോടി വേണം. പക്ഷേ 1,00,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പ്രദേശത്ത് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ഫിനാൻഷ്യൽ ഡിവൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ലീഗൽ. അതുവരെയും നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ക്യാപിറ്റൽ സിറ്റി റീജിയൻ ക്യാപിറ്റൽ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം അത് ടെൻഡർ വിളിച്ചത് എങ്ങനെയാണ്? 20 വർഷം കൊണ്ടേ പണം തരത്തുള്ളൂ. അവൻ ടെൻഡർ വിളിക്കുന്ന കരാറുകാരൻ വായ്പ എടുത്ത് പണിതോണം. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഇതിൻ്റെ പലിശ കൂടി ചേർത്തോ? ഇതാണ് ആന്വിറ്റി പ്രോഗ്രാം. ഞാൻ നോക്കിയപ്പോഴേ 20% പലിശ കൊടുക്കുന്നത് ഇംപ്ലിസിറ്റ്. എന്തിനാ? നമ്മൾ കിഫ്ബി ഉണ്ടാക്കി, കിഫ്ബി വായ്പ എടുക്കും, കിഫ്ബിക്ക് ഒരു ആന്വിറ്റി എല്ലാ വർഷവും കൊടുക്കാൻ തീരുമാനിക്കുന്നു. സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ വേറൊരു ഭാഷയാണ് ഇട്ടത്. സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം മോശമാണെന്നോ അത് അനധികൃതമായ വായ്പയാണെന്നോ ആരെങ്കിലും പറയുന്നുണ്ടോ? പക്ഷേ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം 2,000-3,000 കോടിയാണ്. ഇതിപ്പോൾ 87,000 കോടി രൂപയാണ്. സോ ഇറ്റ്സ് ഹ്യൂജ്. അപ്പോൾ വിസിബിലിറ്റി വന്നു. ഒരു സംസ്ഥാനം ഇങ്ങനെ പണം ഉണ്ടാക്കുന്നു, ഇങ്ങനെ പണം ലിവറേജ് ചെയ്യുന്നു. അപ്പം അതിനെതിരായിട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. തടസ്സം സൃഷ്ടിച്ചാൽ നമ്മൾ നിർന്നു പോകാനല്ല. യു ഹാവ് ടു ഡിവൈസ് ന്യൂ മെത്തേഡ്സ്. Maybe I'm not saying it is going to happen. Okay, converting to a revenue model where നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും 2-3 ഒരു 10 വർഷം കൊണ്ടോ സിറ്റി റോഡ് പ്രോഗ്രാം പോലെ 20 വർഷം കൊണ്ടല്ല 75 വർഷം കൊണ്ട് ഇതിൻ്റെ പണം റീകൂപ്പ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ കൊടുക്കുന്ന പാസ് പണമില്ലേ, ടോള്, അത് നിസ്സാരമായിരിക്കുന്നത് 5-10 രൂപ. അത് നിങ്ങളുടെ മോഡൽ ഇങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. 2 വീലറിന് വേണ്ട, 3 വീലറിന് വേണ്ട, പ്രദേശവാസികൾക്ക് വേണ്ട. പിന്നെന്താ കുഴപ്പം? See, this is a fight. There is a set of people ruling Delhi who do not accept you. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവകാശമുണ്ട്, ചിന്തിക്കാത്തവരാണ്. സോ ഇറ്റ്സ് എ ബാറ്റിൽ. അവർ നിലപാടെടുക്കുമ്പോൾ മറിച്ചൊരു നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ട്രംപ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ വേറെ അന്വേഷണം ഉണ്ടെങ്കിൽ വേറൊരു പരിപാടി ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഡൊണാൾഡ് ഇങ്ങനെ റൈറ്റ് വിങ് ഫാസിസ്റ്റുകളുടെ കയ്യിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് ടു ബി വെരി വിജിലൻറ്റ് എന്ന് ഞാൻ പറയും.